2 പരിപാടികൾ 1 മണിക്കൂറിനുള്ളിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോട് നമ്മളെല്ലാവരും അനുഭാവം പുലർത്തി പ്രസംഗം വളരെ ചുരുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും നമ്മുടെ ജില്ലയിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു നേട്ടമാണ് ഏലംകുളം പഞ്ചായത്ത് ഇന്ന് കൈവരിച്ചിരിക്കുന്നത്. പരമാവധി നമ്മുടെ എല്ലാ വീട്ടിലേക്കും നമ്മുടെ കുടിവെള്ള സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം അത് വിജയത്തിലെത്തിയ ഒരു മുഹൂർത്തത്തിൽ അതിന്റെ പ്രഖ്യാപനമാണ് ഹർ ഘർ ജൽ എന്ന പദ്ധതിയുടെ പൂർത്തീകരണ പ്രഖ്യാപനമാണ് ബഹുമാന്യനായ മന്ത്രി ഇവിടെ നടത്താനിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഓരോ പ്രാദേശിക ഭരണകൂടങ്ങളാകട്ടെ, സംസ്ഥാന ഗവൺമെന്റ് ആകട്ടെ, കേന്ദ്ര സർക്കാർ ആകട്ടെ, എല്ലാം ചേർന്നുകൊണ്ടുള്ള നിരന്തരമായ പ്രവർത്തനമാണ് ഓരോ പ്രദേശത്തെയും വികസനത്തെ. കഴിഞ്ഞ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം 4 വർഷക്കാലം ഈ ഒരു പദ്ധതിക്ക് വേണ്ടി വലിയ തോതിൽ പരിശ്രമം നടത്താൻ നേതൃത്വത്തിലും വലിയ തോതിലുള്ള ശ്രമമുണ്ടായി എന്ന് അഭിമാനത്തോടെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അതിനൊരു തുടർച്ച എന്ന നിലയിൽ തന്നെ വളരെ ശക്തമായി ഇന്ന് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന തരത്തിൽ ഇന്നൊരു ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന് നമ്മുടെ മന്ത്രി ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും നമ്മുടെ തൂതപ്പുഴയാണ് ഇന്ന് എല്ലാ കുടിവെള്ള പദ്ധതികളുടെയും ഏക സ്രോതസ്സായി നിലകൊള്ളുന്നത്. 2 പ്രധാനപ്പെട്ട കുടിവെള്ള പദ്ധതികൾ അടുത്തടുത്ത് നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റിയെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള പദ്ധതികൾ വരുന്നത് തൂതപ്പുഴയിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ കാര്യം തൂതപ്പുഴയിലെ ജലലഭ്യത ഉറപ്പുവരുത്തുക എന്നതാണ്. ഏലംകുളം ഒരു പൂർണ്ണമായ കാർഷിക പഞ്ചായത്താണ്. നമ്മുടെ പഞ്ചായത്തിൽ നിരവധിയായ ആളുകൾ ഇപ്പോഴും കുടിവെള്ളത്തിനോടൊപ്പം തന്നെ ജലസേചനത്തിന് വേണ്ടി ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന കനാലുകൾ വഴിയുള്ള ജലസേചന വെള്ളത്തിന്റെ വിതരണമെല്ലാം ഇന്ന് ആശ്രയിക്കുന്നത് ഇതേ തൂതപ്പുഴയിലാണ്. ഈയിടെ നമുക്ക് മോട്ടറുകൾ കേടായി അങ്ങനെ കുറെ സാഹസത്തിലൂടെ കടന്നുപോയി ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച്, കർഷകർ ബുദ്ധിമുട്ട് അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ കുടിവെള്ളത്തിന്റെ വിതരണം കൂടി പൂർവാധികം ശക്തിയോടെ ആരംഭിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു പ്രശ്നം ജലസേചനത്തിനും കുടിവെള്ളത്തിനും തികയാത്ത ഒരു സന്ദർഭം ഉണ്ടാകും. കഴിഞ്ഞ നിയമസഭ നടക്കുന്ന സന്ദർഭത്തിലാണ് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും, പ്രിയപ്പെട്ട ഉമ്മർ മാഷ്, അതുപോലെ ഗോവിന്ദപ്രസാദ്, അതുപോലെ ഞങ്ങൾ ഇവിടുത്തെ പൊതുജന രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ബഹുമാന്യനായ മന്ത്രി അന്ന് കണ്ടിരുന്നു. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളും എല്ലാവരും ഒരുമിച്ചാണ് ഞങ്ങൾ അന്ന് കണ്ടത്. ബഹുമാന്യനായ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു ലിഫ്റ്റ് ഇറിഗേഷൻ കൂടി ഞങ്ങൾക്ക് നൽകിയാലല്ലാതെ ഈ കുടിവെള്ള പ്രശ്നത്തിനോ അല്ലെങ്കിൽ ജലസേചനത്തിനുള്ള വെള്ളമോ വേണ്ടത്ര ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും അദ്ദേഹം അനുഭാവപൂർവ്വം ഏത് കാര്യങ്ങളും വളരെ അനുഭാവപൂർവ്വം കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഇക്കാര്യത്തിൽ അനുകൂലമായ ഒരു തീരുമാനം അറിയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം ഒരു നന്ദി വാക്ക് കൂടി പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പെരുമ്പറമ്പിലും ചെറുകരയിലും 2 വാട്ടർ ടാങ്കുകൾ നമുക്ക് നിർമ്മിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായപ്പോ ചെറുകര പ്രദേശത്തെ ജനങ്ങളുടെ ഒരുമയും ശക്തിയും ആളുകളെല്ലാം ചേർന്നുകൊണ്ട് അവിടെ പ്രദേശവാസികളുടെ മുൻകൈയിൽ സ്ഥലം വിലക്ക് വാങ്ങിയാണ് പഞ്ചായത്തിന് വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് മുൻകൈയെടുത്ത എല്ലാവരെയും പൊതുജനങ്ങളെയും അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും മന്ത്രിയുടെ സമയം കൂടുതൽ കവർന്നെടുക്കുന്നില്ല. അദ്ദേഹത്തിന്റെ യാത്ര ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോകട്ടെ എന്ന ആശംസയോടെ ഞാൻ വാക്കുകൾ വളരെ കുറച്ചുകൊണ്ട് ഈ പ്രഖ്യാപനം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം ചടങ്ങ് ഉദ്ഘാടനത്തിനായി ക്ഷണിക്കും. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് നിലവാര ജനങ്ങൾ കാത്തിരുന്ന പ്രഖ്യാപനം നടത്തുന്നതിനായി ബഹുമാന്യ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനെ ശിലാഫലം അനാച്ഛാദനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ നവീകരിച്ച നാരായണീപുരത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം ശിലാഫലം അനാച്ഛാദനം ചെയ്തുകൊണ്ട് നിർവഹിക്കുന്നതായിരിക്കും. സമ്മേളന അധ്യക്ഷൻ
ബഹുമാനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ സഭ ഘോഷിയായിരിക്കുന്ന ശ്രീ വാസുദേവൻ, ശ്രീമതി അനിയ പ്രഭത്ത്, അനിത പ്രഭത്ത്, ശ്രീ എൻ പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ചീഫ് എഞ്ചിനീയർ കുലീബ് PS, ഘോഷിയായിരിക്കുന്ന ബഹുമാനായ ജനപ്രതിനിധികൾ, ഇത് രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ, പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോണി കുന്നന്താനി, വാട്ടർ അതോറിറ്റിയുടെ ചീഫ് എഞ്ചിനീയറിനോടൊപ്പമുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ, ഞാൻ അശ്ലീലമായി സംസാരിക്കുന്നില്ല. വളരെ പെട്ടെന്ന് പ്രോഗ്രാം കൂടി പങ്കെടുത്തതിന് ശേഷം എനിക്ക് എറണാകുളത്തേക്ക് മടങ്ങേണ്ടി വന്നു. നിങ്ങളുടെ വരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല, ഏറെക്കുളം പഞ്ചായത്ത് അർഹതൽ പ്രഖ്യാപിക്കുന്നു. എല്ലാ വീടുകളിലും എത്തുന്ന സന്തോഷമുള്ള ഒരു ദിനത്തിൽ ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇവിടെ ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചു, ഇവിടെ ഈ ഗ്രാമത്തിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടായി എന്ന് കേട്ടപ്പോൾ അഭിമാനം തോന്നി. ഒരു പദ്ധതി നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവരും ഒരുമിച്ച് നിർത്തുന്ന ഒരു കാഴ്ചയാണ്. എല്ലാ വീട്ടിലെ കുടിവെള്ളം എത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ മാറ്റം ഉണ്ടാകുന്നത്. ഒരു ഘട്ടത്തില് കേരളത്തില് കുടിവെള്ളത്തെ കുറിച്ചൊന്നും വലിയ ബോധം ചെയ്ത് വിശേഷില്ല. ധാരാളം മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ്. 44ലധികം നദികളുണ്ട്, പുഴകളുണ്ട്, തടാകങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ. വെള്ളത്തെക്കുറിച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നുള്ള ധാരണ ഒന്നും ഇല്ലായിരുന്നുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ നമ്മൾ കാര്യമായി നടത്തിയിട്ടില്ല. ഇപ്പോൾ കാണുന്ന കണക്കനുസരിച്ച് നോക്കുമ്പോൾ കുടിവെള്ളത്തിന്റെ രൂക്ഷതയെ രൂപപ്പെടുന്നതായി കാണുന്നത് ലോകത്തെമ്പാടും നടക്കുന്ന വിലയിരുത്തുമ്പോൾ ഭയാനകമാണ്. ലോകരാഷ്ട്രങ്ങളിലെ അനുസരിച്ചപ്പോൾ കണ്ടത് ലോകാരോഗ്യ സംഘടനയിലെ പറഞ്ഞ കണക്കനുസരിച്ച് 270 കോടി ജനം കുടിവെള്ളത്തിന് വേണ്ടി വിഷമിക്കും. ഒരു മാസമേറ്റിന് കുടിവെള്ളമില്ലാത്തതിന്റെ കണക്കുകൾ അനുസരിച്ചുള്ള 400 കോടി വേണ്ടി, അതായത് ലോക ജനസംഖ്യയുടെ പകുതിക്കടുത്തു അപ്പുറം ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി വീർപ്പുമുട്ടുന്ന സ്ഥിതി ഉണ്ടെന്നുള്ള ബോധ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ ജനസംഖ്യ 3.5 കോടി. ആ ജനവിഭാഗത്തിനെ പൂർണ്ണമായും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താനുള്ള പരിശ്രമം ആവശ്യമാണ്. ഭൂഗർഭജലം കുറയുക, ആ കടലിലെ ജലത്തിൽ വീഴുക. ഈ പശ്ചാത്തലത്തിലാണ് ജലജീവൻ മിഷന്റെ പ്രഖ്യാപനം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പങ്കാളിത്തത്തിലുള്ള പദ്ധതികളാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു പദ്ധതി ഏറ്റെടുക്കാൻ കഴിയുമെന്നുള്ളൊരു ആശങ്ക സ്വാഭാവികമായി നമ്മുടെ മുമ്പിലുണ്ടാവും. ചെറിയ തോതിലുള്ള നമ്മൾ സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഡിപ്പാർട്ട്മെന്റ് മാറ്റിവെച്ചാൽ പോലും സാധ്യമല്ലാത്ത നിലയിലുള്ള അപ്രതീവമായ തുക കണ്ടെത്തും. പക്ഷെ ഗവൺമെന്റ് തീരുമാനിച്ചു. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി ചെറുതാണെന്നായിരുന്നു വിചാരിക്കുന്നത്. ഇതാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചു. ആ നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ ഇന്ന് തന്നെ നമ്മുടെ ജില്ലയിൽ കൊടുവല്ലൂർ പഞ്ചായത്ത് ഭാഗത്തിൽ പ്രഖ്യാപിക്കാനായിട്ട് സാധിച്ചു. ഇന്നിപ്പോൾ ഇവിടെ വന്ന് നദീപാതത്തിന്റെ മണ്ഡലത്തിൽ ഈ പഞ്ചായത്ത് പ്രിയപ്പെട്ട അക്ഷരന്റെ സൂചിപ്പിച്ചതുപോലെ അവരുടെ സന്തുഷ്ടത്തിൽ പങ്കെടുക്കാൻ സഹിക്കുന്ന അഭിപ്രായമാണ്. എല്ലാ വിദേശത്തിലും ഒരുപാട് മത്സരത്തെ കാണുന്നുണ്ട്. ആ വെള്ളത്തിലെല്ലാം കാണുന്നത് മനുഷ്യ വിസർജ ഘടകമുള്ളതായിട്ടാണ്. ജലജന്യ രോഗങ്ങൾക്കുള്ള കാരണം വർദ്ധിച്ചു. അതെല്ലാം പാടെ മാറ്റി നല്ല നിലയിലുള്ള വെള്ളം കുടിക്കാൻ കഴിയുന്ന പഞ്ചായത്തായി കൊണ്ട് മാറുന്നു. വാട്ടർ അതോറിറ്റിക്ക് വലിയ അഭിമാനത്തിനുള്ള ലക്ഷ്യമാണ്. നമ്മൾ ഈ സ്കീംസ് ആരംഭിക്കുമ്പോൾ കേരളത്തിൽ 17 ലക്ഷം കുടുംബങ്ങളിൽ മാത്രമാണ് കുടിവെള്ള നടത്താൻ കഴിയുന്നത്. 17 ലക്ഷം കുടുംബങ്ങളിൽ കേരളത്തിൽ കുടിവെള്ള വിതരണം നടത്തിയത് 60 വർഷക്കാലം കൊണ്ടാണ്. കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് 17 ലക്ഷം കുടുംബം എന്നുള്ളത് മാറ്റി 44 ലക്ഷം കുടുംബങ്ങളിൽ ഇതിനോടകം കുടിവെള്ളം കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് കേരളത്തിൽ കാണുന്ന ഒരു കാഴ്ച. 44 ലക്ഷം കുടുംബങ്ങൾ. ഇനി 10-30 ലക്ഷം കുടുംബങ്ങളിൽ കൂടി നമുക്ക് 6-7 മാസക്കാലം കൊണ്ട് കുടിവെള്ളം എത്തിക്കണം. ആ നിലയിൽ കേരളത്തിൽ 115ഓളം നിയോജക മണ്ഡലങ്ങൾ പൂർണ്ണമായി. 120ലധികം പഞ്ചായത്തുകളിലോളം തന്നെ നിർമ്മാണം സാധിച്ചു. ചരിത്രപരമായ ഒരു നേട്ടം വിവരിക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ ആദ്യ
ആദ്യ ഘട്ടത്തിൽ തന്നെ ആ നേട്ടം കൈവരിച്ച പഞ്ചായത്തായി തീർച്ചയായിട്ടും ഏലമ്പുഴ മാറി എന്നുള്ളതിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെയും അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, യുവാനായ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ശ്രീ MLA സജീവിന്റെ എല്ലാം വലിയ ശക്തമായ ഇടപെടലുണ്ടായി എന്നുള്ളത് കൊണ്ടും ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ അതിന് നല്ല ദീർഘവീക്ഷണത്തോടുകൂടി സഹകരിച്ച് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചു. ഞാൻ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. നമ്മുടെ നാടിന്റെ സന്തോഷം ഞാൻ പങ്കുചേരുകയാണ്. എന്റെ വാക്ക് പ്രസംഗിക്കട്ടെ. തീർച്ചയായിട്ടും നല്ല സോഴ്സ് ഉണ്ടാകണം. MLA ശ്രദ്ധിച്ചു ഇവിടെ എത്തണ്ടേ സമയത്ത് അതിനാവശ്യമായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് സംഘത്തിൽ സൂചിപ്പിച്ച് ഞാൻ ശ്രദ്ധിച്ചു. EMSന്റെ പഞ്ചായത്താണ്. ഞാൻ അവിടെ ശ്രദ്ധിക്കുകയായിരുന്നു. ചരിത്രപരമായിട്ടുള്ള ഒരു നേതൃത്വത്തിന്റെയും ഒരു നേതാവിന്റെയും പഞ്ചായത്താണെന്ന് കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി. അപ്പൊ തന്നെ ഞാൻ മനസ്സിൽ കുറിച്ചു, ഏലക്കുളത്തിന് ഒരു ലിറ്റിഗേഷന്റെ പേരിൽ വെള്ളത്തിന്റെ സോഴ്സ് കുറവുണ്ടാകേണ്ട 1 കോടി രൂപ അനുവദിക്കുകയാണ്. നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുന്ന, ആളുകളിൽ വെള്ളം സുലഭമായി ലഭിക്കാൻ കഴിയുന്ന അവസരം, കാരണം സോഴ്സ് ഉണ്ടാകും. ആ സോഴ്സിൽ തടസ്സമാനാൽ ഇതൊന്നും ഭംഗിയാക്കാവുന്നതാവില്ല. അതുകൊണ്ട് ഏറെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ സ്നേഹത്തിലും സന്തോഷത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അഭിമാനകരമായിട്ട് നേട്ടം കൈവരിച്ച പഞ്ചായത്തിന്റെ പ്രവർത്തനത്തെയും പാട്ടുതോർക്കുകയും അഭിനന്ദിക്കുകയും കൂടി ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. ഔപചാരികമായ ഉദ്ഘാടനം അറിയിക്കുന്നു. ജനജനക്കാർക്കായി ഈ പഞ്ചായത്തിനെ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അനാച്ഛാദനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി ക്ഷണിക്കുന്നു. ഇവിടെ കാർക്കൽ പ്രഖ്യാപനം, അതോടൊപ്പം തന്നെ നാരായണകുളത്തിന്റെ ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിനുള്ള മൊമെന്റോ ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് സമർപ്പിക്കുന്നതാണ്. പഞ്ചായത്തിനുള്ള പ്രശസ്തി പത്രം സമർപ്പിക്കുന്ന വേദിയിലേക്ക് എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നു. ഇതോടൊപ്പം തന്നെ പഞ്ചായത്ത് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സമർപ്പിക്കുന്ന ഉപഹാരം പ്രസിഡന്റ് ശ്രീ സുധീർ ബാബു സമർപ്പിക്കുന്നതാണ്. ആദരണീയനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവർക്കുള്ള ഏലംകുളം പഞ്ചായത്തിന്റെ സ്നേഹാദരം സമർപ്പിക്കുന്നത് പഞ്ചായത്തിന്റെ ബഹുമാന്യ പ്രസിഡന്റ് സുധീർ ബാബു. അടുത്തതായി കേരള വാട്ടർ അതോറിറ്റി മലപ്പുറം ബീച്ച് സർക്കിളിലുള്ള സ്നേഹാദരങ്ങൾ ശ്രീമതി അനിത പള്ളത്ത് വൈസ് പ്രസിഡന്റ് സമർപ്പിക്കുന്നതാണ്. മലപ്പുറം ജില്ലയിലെ ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ ഹർഘർ ജൽ പ്രഖ്യാപനവും പദ്ധതി സമർപ്പണവും ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് കേരളത്തിന്റെ ആദരണീയനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവറുകൾ നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ നവീകരിച്ച നാരായണികുളത്തിന്റെ ഉദ്ഘാടനവും ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുന്നു. കേരള വാട്ടർ അതോറിറ്റി മലപ്പുറം ബീച്ച് സർക്കിളിന് ശ്രീമതി അനിത പള്ളത്ത് വൈസ് പ്രസിഡന്റ് ഉപഹാരം സമർപ്പിക്കുന്നതാണ്. ഏലംകുളം പഞ്ചായത്ത് സ്വപ്ന സമാനമായ ഒരു നിമിഷത്തിനെയാണ് ഈ സമയത്ത് സാക്ഷ്യം വഹിക്കുന്നത്. ഏലംകുളം പഞ്ചായത്ത് ഏലംകുളം പഞ്ചായത്തിന്റെ ഹർഘർ ജൽ പ്രഖ്യാപനവും പദ്ധതി സമർപ്പണവും നിർവഹിച്ച ബഹുമാന്യനായ ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് നന്ദി അറിയിക്കുന്നു. ഈ അവസരത്തിൽ ഹർഘർ ജൽ പ്രഖ്യാപനത്തിന് ശേഷം
നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി നമ്മുടെ അദ്ദേഹത്തിന്റെ തിരക്കുള്ള പരിപാടികൾക്കായി പുറപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസ സമർപ്പണം ഈ വേദിയിൽ നടക്കുന്നതാണ്. അതിനു മുമ്പായി ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് പി.എച്ച്. സർക്കിൾ മലപ്പുറത്തിന് പഞ്ചായത്തിന്റെ ഉപകാരം സമർപ്പിക്കുന്നതാണ്. സ്വീകരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സൂപ്രണ്ടിംഗിനെ ക്ഷണിക്കുന്നു. മലപ്പുറം ജില്ലയിലെ തന്നെ ആദ്യത്തെ ഹർഗർജൽ പഞ്ചായത്തായി പ്രഖ്യാപിച്ച ഏലംകുളം പഞ്ചായത്തിന്റെ സ്നേഹാദരങ്ങൾ വാട്ടർ അതോറിറ്റിക്ക് നൽകുന്നത് വൈസ് പ്രസിഡന്റ് ശ്രീമതി അനിത പള്ളത്ത്. അടുത്തതായി നമ്മുടെ പദ്ധതി പൂർത്തീകരണത്തിൽ അവിഭാജ്യമായി അടക്കമായിരുന്ന കോൺട്രാക്ടർമാരുടെ ഉപകാരം സമർപ്പിക്കുന്നതാണ്. കോൺട്രാക്ടർമാരുടെ ഉപകാരം എം.പി. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഏറെക്കുളം ഗ്രാമപഞ്ചായത്ത് സമർപ്പിക്കുന്നതാണ്. ഒന്നാം ഘട്ട പദ്ധതിയിലെ വിജയകരമായി പൂർത്തീകരണം നടത്തിയ കോൺട്രാക്ടർ ശ്രീ കുഞ്ഞി മുഹമ്മദിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. എം.പി. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ സമർപ്പിക്കുന്നതാണ്. അടുത്തതായി രണ്ടാം ഘട്ടം വിജയകരമായി പൂർത്തീകരിച്ച കോൺട്രാക്ടർ ശ്രീ എം. അഷറഫിന് ഉപകാരം സമർപ്പിക്കുന്നതാണ്. അദ്ദേഹം മുന്നോട്ട് വരണമെന്ന് അടുത്തതായി നമ്മുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സത്യവീസൻ സാറിനെ ക്ഷണിച്ചു.
പീഡബ്ല്യൂഡി റോഡിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ കുടിയെടുത്ത ആളുകൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി 46.65 ലക്ഷം രൂപ ചെലവിൽ പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഏലകുളം പദ്ധതിയിലെ 6,200 ഭവനങ്ങളിൽ ജലജീവൻ മിഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് 2,270 വീടുകൾക്ക് മാത്രമേ കണക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. പദ്ധതിയുടെ ഭാഗമായി 3,436 കണക്ഷൻ കൂടി നൽകി. അപ്രകാരം 5,700 വീടുകൾക്ക് കുടിവെള്ള കണക്ഷൻ ലഭിച്ചു. ബാക്കിയുള്ള 315 വീടുകൾക്ക് സ്വന്തം കുടിവെള്ള സ്രോതസ് ഉണ്ടായിരുന്നതിനാൽ പഞ്ചായത്ത് റെസ്ട്രിക്ഷൻ പ്രകാരം അവരെ പദ്ധതി നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം നിലവിൽ പ്രവർത്തികളെല്ലാം പൂർത്തിയായ PPP ഫണ്ടുകൾ നടപ്പിലാക്കിയ 23 MLD ശുദ്ധീകരണശാല ഉൾപ്പെടുന്ന അലിഗഡ് രാമൻചാടി കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യാനുള്ള നടപടികൾ പൂർത്തിയാകുന്നതോടെ ഏലകുളം പഞ്ചായത്ത് ജലവിതരണം കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഇത് പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങൾക്കും പ്രത്യേകിച്ച് ഉയർന്ന പ്രദേശങ്ങൾക്ക് സമഗ്രവും നിരന്തരവും കുടിവെള്ള വിതരണം ഉറപ്പാക്കുന്നതിന് വഴിയൊരുക്കുന്നു. ഈ പദ്ധതിക്ക് അനുമതി നൽകിയ കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും ബഹുമാനപ്പെട്ട ജലവിതരണ മന്ത്രി റോഷി അഗസ്റ്റി സാറിനും അവർക്കും സഹമണ്ഡലം MP ശ്രീ ബഷീർ അവർക്കും ബഹുമാനപ്പെട്ട കുടിവെള്ള നിയമമണ്ഡലം MLA ശ്രീ നസീർ കാന്തപുരം അവർക്കും ഏലകുളം ഗ്രാമപഞ്ചായത്തിനും പദ്ധതിക്ക് വേണ്ട പ്രാഥമിക നിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പിനും ഈ പദ്ധതിക്ക് രക്ഷാധികാരികളുമായി സഹായിക്കുകയും കാര്യക്ഷമമായ ഇടപെടൽ നടത്തുകയും ചെയ്ത ഉദ്യോഗസ്ഥർക്കും പദ്ധതിയുടെ ഈ പ്രവർത്തനത്തോട് സഹകരിച്ച വിവിധ വകുപ്പുകൾക്കും എല്ലാ നല്ലവരായ നാട്ടുകാർക്കും കേരള വാർത്തകളുടെ നന്ദി കടപ്പാടുണ്ട്. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത ഈ കുടിവെള്ള പദ്ധതിക്ക് എല്ലാ ഭാഗങ്ങളും നേതൃത്വം ജനകീയമായി നടത്തുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ താങ്ക് യു സർ. പ്രിയപ്പെട്ടവരെ, ഈ ചടങ്ങിന് ശേഷം ആശംസ അർപ്പിക്കുന്ന ചടങ്ങാണ്. അതിനുശേഷം ആരും പിരിഞ്ഞു പോകരുത്. ഗംഭീരമായ സംഗീത പരിപാടിയുണ്ട്. അതുപോലെ തന്നെ വിവിധ വിഷയങ്ങളിൽ വിവിധ ഇനങ്ങളിൽ കഴിവുകൾ തെളിയിച്ചവർക്ക് ഇവിടെ സമ്മാനങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് വിതരണം ചെയ്യുന്നതായിരിക്കും. ആരും പിരിഞ്ഞു പോകാതെ ക്ഷമയോട് കൂടി ഇരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി ശ്രീ ജോസഫ് സാറിനെ ക്ഷണിക്കുന്നു. ശ്രീ എൻ വാസുദേവൻ സാറിനെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ പ്രിയങ്കരനായ MLA ശ്രീ നജീബ് കാന്തപുരം, ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റി, വേദിയിലുള്ള പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഏലകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളെ, സഹോദരി സാറുമാർ, ഏലകുളത്തെ ശുദ്ധജല വിതരണത്തിൽ ഒരു പുതിയ കാൽവെപ്പാണ് നാം നേടിയിട്ടുള്ളത്. നമ്മുടെ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹായത്തോടു കൂടി വളരെ ദ്രുതഗതിയിൽ തന്നെ നമുക്ക് ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നേതൃത്വം നൽകിയ ഏലകുളത്തെ ഭരണസമിതിയെ ആദ്യമായി അഭിവാദ്യം ചെയ്യും. മറ്റൊന്ന് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിഫ്റ്റ് ഇറിഗേഷനായ രാമൻചാടി ലിഫ്റ്റ് ഇറിഗേഷന്റെ ഏതാണ്ട് 2ാം ഘട്ടം എന്ന നിലയിൽ രാമൻചാടിയിൽ നിന്നും കൊറ്റംകുളത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് കുറ്റിപ്പുളി വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഏതാണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മുടെ തൂതപ്പുഴയിൽ തൂസിയിൽ തടയണ നിർമ്മിക്കലിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും പുഴയുടെ അതിർത്തി സർവേ ചെയ്ത് പൂർത്തീകരിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ പ്രവൃത്തി തുടങ്ങാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഏതാണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ ഐയുടെ ഓഫീസിൽ നിന്നും വളരെ ദ്രുതഗതിയിൽ തന്നെ നമ്മുടെ മന്ത്രിയുടെ ഇടപെടലിന്റെ ഭാഗമായി വളരെ പെട്ടെന്ന് ആ പ്രവർത്തനം
തുടങ്ങുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ പുഴയുടെ അതിർത്തി സർവേരെ കൊണ്ടുവന്ന് സർവേ ചെയ്ത് അതിന്റെ പ്രവർത്തനം ആരംഭ ഘട്ടത്തിലാണ്. ഇതിന് നമ്മളെ സഹായിച്ചിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി, അതിൽ പ്രധാനമായി നമ്മുടെ റോഷി അഗസ്റ്റിൻ സാറുടെ വളരെ അധികം നിർലോഭമായ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നന്ദി അറിയിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ചരിത്ര പ്രവർത്തനത്തിലൂടെ കടന്നുപോകുന്ന ഏലംകുളം ഗ്രാമപഞ്ചായത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പദ്ധതി പൂർത്തീകരിച്ചിരിക്കുകയാണ്, പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ശ്രീമതി അനിത പട്ടത്ത്, വൈസ് പ്രസിഡന്റ്, ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യ വ്യക്തികളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ജലജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലയളവിൽ തുടക്കം കുറിച്ച പദ്ധതി ഇപ്പോ ഈ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്നതോടുകൂടി ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലയളവിൽ ഏകദേശം 700ഓളം കണക്ഷനുകൾ അന്ന് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഇത്തരം വീടുകൾക്ക്, പ്രയാസപ്പെടുന്ന വീടുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു. ഇനി ചുരുക്കം ചില വീടുകൾക്ക് നമ്പർ കിട്ടാത്ത വിഷയങ്ങളുള്ള 1, 2 അല്ലെങ്കിൽ 10 കുടുംബങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായേക്കാം. അവർക്ക് വീട്ടു നമ്പർ ലഭിക്കുന്ന മുറയ്ക്ക് നമുക്ക് ഈ പഞ്ചായത്തിൽ തുടർന്നും ഈ പദ്ധതി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു ചടങ്ങില് നമ്മുടെ പാറക്കൽമുക്കിലെ ഒരു നാരായണികുളം വിപുലീകരിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല ഒരു പ്രവർത്തനമായി ഹരിത കേരള മിഷന്റെ ഭാഗമായി ഈ ഒരു പ്രവർത്തനം കൂടി ഇന്നിവിടെ ഉദ്ഘാടനം നടത്തപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇന്ന് ഈ ചടങ്ങിൽ വെച്ച് നമ്മുടെ ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ തന്നെ അഭിമാന താരങ്ങളായി മാറിക്കഴിഞ്ഞ നമ്മുടെ ഈ ഏലംകുളം പഞ്ചായത്തിലെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ ദേശീയ തലത്തിലും ജില്ലാ തലത്തിലും മറ്റും അവാർഡുകൾ കരസ്ഥമാക്കിയ യോഗാസനങ്ങൾ, യോഗ സ്പോർട്സ് മത്സരങ്ങളിലും അതേപോലെ തന്നെ അബാക്കസ് നാഷണൽ ലെവലിൽ പങ്കെടുത്ത് വിജയിച്ച വിദ്യാർത്ഥികളും അതേപോലെ തന്നെ കരാട്ടെ, ഉഷു മറ്റ് മത്സരങ്ങളിൽ ഉന്നത തലങ്ങളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളും ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന കാലഘട്ടത്തില് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. നമ്മുടെ മക്കള് ഉന്നത തലങ്ങളിൽ എത്തി അവർക്ക് വളരെ നല്ല വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്തിയ അതിന്റെ പരിശീലകരായ അധ്യാപകർ ഇവിടെയുണ്ട്. അവരെ ഏവരെയും ഈ കൂട്ടത്തിൽ ഇവരുടെ കുട്ടികളെയും സീനിയറായി ഇതിൽ ഏറ്റവും പ്രായം ചേർന്ന ആളുകളടക്കം ഈ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച ആളുകളുണ്ട്. അവരെല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള പരിപാടികളിലും മത്സരങ്ങളിലും പങ്കെടുത്ത് വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഇന്നത്തെ ഈ പരിപാടി വളരെ വിജയകരമായി ഇവിടെ ആക്കി തീർത്ത നമ്മുടെ ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ ഒട്ടേറെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രിയപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട്, അതുപോലെ കുടുംബശ്രീ പ്രവർത്തകരുണ്ട്, ആശാ പ്രവർത്തകരുണ്ട്, അംഗൻവാടി വർക്കർമാരുണ്ട്, അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളി മേഖലകളിൽ പണിയെടുക്കുന്ന സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഒട്ടേറെ സുഹൃത്തുക്കളും സഹോദരിമാരായ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ചടങ്ങ് സമ്പുഷ്ടമാക്കുന്നതിന് വേണ്ടി എത്തിയ മുഴുവൻ ആളുകളെയും ഈ സമയത്ത് അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇവിടെ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് 2 പദ്ധതികൾ പൂർത്തീകരിച്ചുകൊണ്ട് സ്ഥാപനത്തിലേക്ക് അതുപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള പഞ്ചായത്തിലെ അംഗങ്ങളെ അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങും ഇതോടൊപ്പം നടക്കുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് MP ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ക്ഷണിക്കുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഏലംകുളം ഗ്രാമപഞ്ചായത്ത്.
നടപ്പാക്കിയത്. എല്ലാ 16 വാർഡുകളിലെ 16 മെമ്പർമാരും എല്ലാ വീടുകളിലും പൈപ്പ് കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടി വലിയ ശ്രമം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം എല്ലാ വീടുകളിലും, പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ 11ാം വാർഡുകാരനാണ്. 11ാം വാർഡിൽ എല്ലാ വീടുകളിലും പൈപ്പ് കണക്ഷൻ എത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി സഹായിച്ചത് AXC ബാബു സാറും അതുപോലെ തന്നെ പൈസൻ സാറുമായിരുന്നു. ഇപ്പോൾ ആയിട്ടുള്ള മുകേഷൻ സാറും ഇപ്പോഴത്തെ AXC ഒക്കെ സഹായിച്ചുകൊണ്ട് നമുക്ക് വാട്ടർ അതോറിറ്റിയിലെ നല്ല ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള മുഴുവൻ പേരുടെയും സഹകരണം ഈ പഞ്ചായത്തിൽ ആകെ ഉണ്ടായിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ നാരായണിക്കുളം 4ാം വാർഡിൽ പാറയ്ക്കമുക്കിലെ നാരായണിക്കുളത്തിന്റെ ഉദ്ഘാടനവും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചിരിക്കുന്നു. ഇവിടെ നമ്മുടെ രാമൻചാടി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് മന്ത്രി 1 കോടി രൂപ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും അതിന്റെ കമ്മിറ്റിക്കാര് തുടർന്ന് നമ്മൾ ചെയ്താൽ ആ ഫണ്ട് വരും. അത് മാത്രമല്ല, രാമൻചാടി ഇറിഗേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ആളുകളുടെ പ്രധാനപ്പെട്ട കുടിവെള്ള സ്രോതസ് തന്നെയാണ്. എല്ലാവരുടെയും വീടുകളിലും കുളങ്ങളിലൊക്കെ തോടുകളിലൊക്കെ വെള്ളം എത്തിക്കുന്നതും കുടിവെള്ളം എത്തിക്കുന്നതും പ്രധാനമായിട്ട് കിണർ വെള്ളമാണ്. ആ കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ രാമൻചാടി ലിഫ്റ്റ് ഇറിഗേഷൻ അതിന്റെ അടുത്ത ഘട്ടം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി 1 കോടി രൂപ കൂടെ പ്രഖ്യാപിച്ചത്. ഇവിടെ നമ്മുടെ സുബ്രഹ്മണ്യനും കൂട്ടരും ആയോധനകലയിലെ ദേശീയ നാഷണൽ അവാർഡുകളൊക്കെ വാങ്ങിച്ചിട്ട് അവരുടെ കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ അബാകസിന്റെ കുട്ടികളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം എല്ലാവിധത്തിലുള്ള വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങിന് ഞാൻ എന്റെ എല്ലാ ആശംസകളും നേർന്നു നിർത്തുന്നു. ഈ ധന്യ നിമിഷത്തെ സാക്ഷാത്കരിച്ച് അടുത്തതായി ആശംസകൾ പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ഫസീല മാജിദ് സംസാരിക്കും. വേദിയിലും സദസ്സിലുമുള്ള വ്യക്തിത്വങ്ങൾ, പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ സാധാരണക്കാർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു പദ്ധതി, അതിന്റെ നല്ല രീതിയിൽ അത് നടത്തിയതിന്റെ പ്രഖ്യാപനവും അതിന്റെ ആഘോഷ പരിപാടിയുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പദ്ധതിയിലെ ഞങ്ങളൊക്കെ മെമ്പർമാരാണ്. ഞങ്ങൾ ഈ ഒരു പദ്ധതിയിൽ വന്ന സമയത്ത് ഏതൊരു 4-5 മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ നേടിയെടുത്തതല്ല. കഴിഞ്ഞ 4-5 വർഷങ്ങളായി ഇതിനു പുറകിൽ ഈ ഒരു പദ്ധതി നല്ല രീതിയിൽ ഇവിടെ നടത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ ഒരു പദ്ധതിയിൽ വേണ്ടത്, ഏറ്റവും ആദ്യം വേണ്ടത് 2 വാട്ടർ ടാങ്കും പിന്നീട് നമ്മുടെ ഓരോ വീടുകളിലേക്കുമുള്ള വാട്ടർ കണക്ഷനുമാണ് ഉള്ള അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഈ ഒരു പദ്ധതി ഇത്രത്തോളം നല്ല രീതിയിൽ ഇവിടെ നടത്താൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഒരു പദ്ധതിയുടെ ചെറുതര ഭാഗത്ത് നല്ലൊരു ടാങ്ക് വന്നിട്ടുള്ളത് അവിടെയുള്ള ജനങ്ങളുടെ ഒരു കൂട്ടായ്മ കാരണമാണ്. അവർ പൈസ എടുത്ത് പിരിവ് നടത്തിയിട്ടാണ് അവിടെ അങ്ങനെ ഒരു ടാങ്കിനുള്ള സ്ഥലം വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി 16 മെമ്പർമാരും നമ്മുടെ വാർഡുകളിൽ നല്ല രീതിയിൽ നടത്താൻ വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ ആദ്യമായി നമ്മുടെ ഏലപ്പുഴ പഞ്ചായത്തിന് ഈ ഒരു പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇവിടെ ഈ ഒരു നിമിഷത്തിൽ മുൻ പ്രസിഡന്റ് നമ്മുടെ സുകുമാരനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെ ഒരു പദ്ധതി 16 വാർഡുകളിലും നടപ്പിലാക്കിയത് അദ്ദേഹത്തിന്റെ ഒരു കഴിവ് തന്നെയാണ്. കഴിഞ്ഞ 4 വർഷമായി അദ്ദേഹം ഈ ഒരു പദ്ധതിയുടെ പുറകെ തന്നെയായിരുന്നു. അതുപോലെ ഇവിടെയുള്ള 16 മെമ്പർമാരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഒരു പദ്ധതി പൂർത്തീകരണത്തിന് അവിഭാജ്യമായ ഘടകമായിട്ടുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പല രാഷ്ട്രീയ പ്രതിനിധികൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അതിനായി ആശംസകൾ അർപ്പിക്കുന്നതിനായി ശ്രീ ഗോവിന്ദ് പ്രസാദ് CBI പ്രസിഡന്റ്. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ഏരാളം ഗ്രാമപഞ്ചായത്തിലെ നിവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം,
സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് വെള്ളം. ഏലംകുളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏലംകുളം പഞ്ചായത്തിന്റെ 3/4 ഭാഗത്തോളം പുഴയാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. പക്ഷേ കുതിപ്പുഴ നമ്മുടെ പ്രദേശത്തൂടെ ഒഴുകിപ്പോകുന്നു എന്നതിനുപരി നമുക്കതിനെ എത്ര കണ്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഭാഗമായി വാട്ടർ അതോറിറ്റിയും പഞ്ചായത്തും ഒക്കെ കണ്ടിട്ടുള്ളത്. അത് 100% നമുക്ക് വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഏലംകുളം പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ളം ലഭിക്കുന്നതിന് വേണ്ടി സുധീർ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ചടങ്ങിന് 2 പദ്ധതികളാണ് ഇവിടെ ബഹുമാന്യനായിട്ടുള്ള മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിലേറെ സന്തോഷകരമാണ് ഏലംകുളം നിവാസികൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMSന്റെ നാട്ടുകാർ ഒരു സമ്മാനം കൂടിയായിട്ടാണ് 1 കോടി രൂപ മന്ത്രി ഈ ചടങ്ങിൽ വെച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഒട്ടേറെ പ്രശ്നങ്ങൾ, നമ്മുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ കഴിയും. രാമൻചാടി ലിഫ്റ്റ് ഇറിഗേഷന്റെ പദ്ധതി ഒന്നുകൂടി ഈ ചെക്ക് ഡാം അടക്കം വരുന്നതോടുകൂടി, രാമൻചാടി പദ്ധതി വരുന്നതോടുകൂടി നമ്മളുടെ പഞ്ചായത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലെയും കുടിവെള്ളത്തിന്റെ പ്രശ്നം മാത്രമല്ല കൃഷിക്ക് ആവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുന്നതിന് വേണ്ടി കഴിയും എന്നുള്ളത് തോന്നുന്നു. ഈ 2 പദ്ധതികൾ, നാരായണീകുളത്തിന്റെ ഉദ്ഘാടനവും ഈ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എന്റെ പാർട്ടിയായ CPIMന്റെ എല്ലാവിധ ആശംസകളും നൽകുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സർ. അടുത്തതായി ഹുസൈൻ മാള EMTSC. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട നമ്മുടെ രജീവ് കാന്തപുരം, ഈ പദ്ധതികൾ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനായ നമ്മുടെ ജലസേന മുഹമ്മദ് റോസി അഗസ്റ്റിൻ, മറ്റു വേദിയിലും സദസ്സിലിരിക്കുന്ന നേതാക്കളെ, പ്രവർത്തകരെ, ഇന്ന് ഒരു മനുഷ്യന്റെ ഇവിടെ പറഞ്ഞതുപോലെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ജലം. ഈ ഓരോ വീട്ടിലും കുടിവെള്ളം എന്ന പദ്ധതി നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു. നിരവധി കാലമായി അതിനു വേണ്ടി മറുപടി കൊടുക്കുകയായിരുന്നു. ഇന്ന് ആ സ്വപ്നം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആ സ്വപ്ന പൂർത്തീകരണത്തിന് ഇവിടെ സഹായിച്ച മുൻ പഞ്ചായത്ത് ഭരണസമിതിയും ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതിയും അനുഭവിച്ചുകൊണ്ട് അതിർത്തുമ്പോൾ നന്ദി, നമസ്കാരം ചെയ്യുന്നു. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഏലംകുളം പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ സുനിൽ കുമാർ TVS. എല്ലാവർക്കും നമസ്കാരം. വേദിയിൽ ഇത് ഏലംകുളം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ദിവസം. കാരണം നമ്മൾ നേരിടുന്ന കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുക എന്നുള്ളതിന്റെ ഉദ്ഘാടനം ഒരു പഞ്ചായത്ത് സെക്രട്ടറി എന്നുള്ളതിൽ എനിക്കറിയാം. ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ ഒരു April, May മാസങ്ങളാവുന്ന സമയത്ത് തന്നെ കുടിവെള്ള വിതരണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാറുണ്ട്. അത് നടപ്പിലാക്കുന്നതും അതുപോലെ തന്നെ അത് മേൽനോട്ടം വഹിക്കുന്നതും ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം കുടിവെള്ള വിതരണം വളരെ നല്ല രീതിയിൽ നടത്തിയാൽ മാത്രമേ പരാതികൾ ഇല്ലാതിരിക്കൂ. എന്ത് തന്നെയായാലും ഈ ഒരു സംരംഭത്തോട് കൂടിയിട്ട് അതിൽ നേരിയൊരു ആശ്വാസം ഉണ്ടാവും എന്നുള്ളതാണ് ഒരു സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ സന്തോഷിക്കുന്നത്. കാരണം അത് പഞ്ചായത്തിന് തന്നെ വളരെ നല്ലൊരു ഭരണസമിതിക്കും അതുപോലെ തന്നെ ജീവനക്കാർക്കും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനപ്രതിനിധികൾക്കും പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്കെല്ലാം വളരെ നല്ലൊരു അവസരമാണ്. കാരണം ഇത് കുടിവെള്ളം കുറയുന്ന സമയത്ത് അതിന്റെ പരാതികളും അതുപോലെ തന്നെ അതിന്റെ ബുദ്ധിമുട്ടും നമുക്ക് ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മഹത്തായ പദ്ധതിയുടെ ഈ ഉദ്ഘാടന ചടങ്ങിന് എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ നമ്മൾ ഈ ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്ത മറ്റൊരു പദ്ധതിയായ നാരായണീകുളത്തിന്റെ നവീകരണം, ഈ പരിപാടിയിലേക്ക് ആശംസകൾ നൽകുന്നു. കൂടാതെ ഇതിലൂടെ അറിയിക്കപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മറ്റു വിജയികൾക്കും എല്ലാ ആശംസകളും സമർപ്പിക്കുന്നു. താങ്ക് യു സർ. അടുത്തതായി UML പ്രതിനിധി ഷൈഷ.
എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഹോദരി സഹോദരന്മാർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനകരമായിട്ട് അതിനേക്കാൾ കൂടുതൽ ആശ്വാസകരമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ആദ്യമായി ജലജീവൻ മിഷൻ സമ്പൂർണ്ണ പൂർത്തീകരിച്ച ഒരു പഞ്ചായത്ത് എന്നുള്ള ഒരു നേട്ടം നമ്മൾ നേടിയിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും കുടിവെള്ള പ്രശ്നം മാർച്ച് മാസം തുടങ്ങുമ്പോഴേക്കും വലിയ രീതിയിലുള്ള കുടിവെള്ള പ്രശ്നം മിക്ക വാർഡുകളിലുള്ള ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. ഞങ്ങളൊക്കെ കഴിഞ്ഞ ഭരണസമിതി കാലത്തൊക്കെ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. ആ സമയത്താണ് ജലജീവൻ മിഷന്റെ 1ാം ഘട്ടം തുടക്കം കുറിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച അപേക്ഷകൾ വാങ്ങിയപ്പോഴേക്കാണ് നമുക്കറിയാം കോവിഡിന്റെ ഒരു സാഹചര്യം കാരണം പിന്നീട് അത് കാര്യമായിട്ട് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. എന്നാൽ പിന്നീട് അതൊക്കെ കഴിഞ്ഞ് 2ാം ഘട്ടം ആദ്യ ഘട്ടത്തിന്റെ അപേക്ഷകൾ വാങ്ങി അതിന്റെ കണക്ഷനെ കൊടുത്ത് 2ാം ഘട്ടം വളരെ ഭംഗിയായി ആരംഭിച്ച് പ്രത്യേകിച്ച് 2 ടാങ്കുകൾ. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ജലജീവൻ മിഷൻ ഇവിടെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ ഈ പദ്ധതി യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ 2 ടാങ്ക് സ്ഥാപിക്കൽ നിർബന്ധമായി 13.5 കോടി രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ആ പെരുമ്പാറ സ്ഥലം നമുക്കറിയാം പഞ്ചായത്തിന്റെയാണ്. പക്ഷേ ചെറുകരയിൽ പറക്കൊന്ന് നമുക്ക് നല്ലൊരു സ്ഥലം, പഞ്ചായത്തിന്റെ സ്ഥലം നമ്മളവിടെ വീടുകൾക്ക് വേണ്ടി കൊടുത്തതുകൊണ്ട് വേറെ സ്ഥലം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾക്ക് ആ പ്രദേശത്തുള്ള ജനപ്രതിനിധികളും നാട്ടുകാരെല്ലാം ഒരുപാട് ആളുകൾ, കാരണം ഈ ഒരു പദ്ധതി പഞ്ചായത്തിന് മൊത്തത്തിൽ യാഥാർത്ഥ്യമാവുന്നതിൽ 2 ടാങ്ക് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അത് ഏത് വിധേനയും നേടിയെടുക്കുക എന്നുള്ള ആ ഒരു അടിസ്ഥാനത്തിൽ പല ആളുകളെയും സമീപിച്ച് ഒരു തിരുവിക്കാട് സ്വദേശിയുടെ ഒരു സ്ഥലം ചെറുകര പറക്കുന്ന ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ പലതവണ പോയി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ കുഴപ്പമില്ലാത്ത ഒരു റേറ്റിന് നമുക്ക് ആ സ്ഥലം വിട്ടുതന്നത്. അത് നാട്ടുകാരെല്ലാം 2 ദിവസം കൊണ്ട് അതിന്റെ ഫണ്ട് കളക്ഷൻ പൂർത്തിയാക്കി 3.5 ലക്ഷം രൂപ അവർ കൈമാറാൻ സാധിച്ചു. ഏതായാലും അതുകൂടി വന്ന് വളരെ പെട്ടെന്ന് തന്നെ ഈ 2 ടാങ്ക് പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ കുടിവെള്ള കണക്ഷൻ സമയത്താണെങ്കിൽ സംഭാരക സമയത്താണെങ്കിൽ ഒരുപാട് കുടിവെള്ള കണക്ഷൻ നമുക്ക് കൊടുക്കാൻ സാധിച്ചു. ഇനിയും കുറച്ചൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതുകൂടി കൊടുത്ത് നമ്മുടെ ഈ പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും കുടിവെള്ള കണക്ഷൻ എന്നുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കണം. പിന്നെ ഇവിടെ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാമൻചാടി നമുക്കറിയാം അരീഗഡ് കുടിവെള്ള പദ്ധതി, അരീഗഡ് കുടിവെള്ള പദ്ധതി, അതുപോലെ നമ്മുടെ ഈ 2 ടാങ്ക് എല്ലാത്തിലും വെള്ളം വേണം എന്നുണ്ടെങ്കിൽ രാമൻചാടിയിൽ തടയണം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതേ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതിന് ഒരു വലിയ DPR 90 കോടി രൂപയുടെ DPR ഇവിടെ കമ്മിറ്റി അംഗങ്ങൾ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ സർക്കാരിനോട് 25 കോടിയുടെ പ്രപ്പോസൽ ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ ഇപ്പോ അദ്ദേഹം മന്ത്രി പ്രഖ്യാപിച്ച 1 കോടി നമുക്ക് ഒരു അപര്യാപ്തമായ കാര്യത്തിൽ അത് സംശയമല്ല. അപ്പൊ ഒന്നുകൂടി ഒരു ഇടപെടലുകൾ നടത്തി നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുന്നില്ല. 90 കോടി രൂപ നമുക്ക് അനുവദിച്ച് അവിടെ നല്ലൊരു തടയണ കെട്ടി എങ്കിൽ മാത്രമേ നമ്മുടെ ഈ പറയപ്പെട്ട ടാങ്കുകളിലേക്കൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനുള്ള ഒരു കൂട്ടായ ശ്രമം മറ്റുള്ള എല്ലാ കാര്യങ്ങളും മറന്ന് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ മുന്നോട്ട് പോയി നമ്മുടെ ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി നീങ്ങണം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരും സന്തോഷ നിമിഷത്തിൽ എല്ലാവരുടെ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തും. ജയിക്കും. താങ്ക് യു സർ. അടുത്തായി CPI പ്രതിനിധി AP വാസുദേവൻ. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം, ഈ യോഗത്തിൽ സ്വാഗതം ആശംസിച്ച പെരിന്തൽമണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബു, ഈ ജലജീവൻ പദ്ധതിയുടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട റോഷി അഗസ്റ്റിൻ, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വ്യക്തിത്വങ്ങളെ, ഈ ഒരു നിമിഷം നമ്മൾ ഏരംകുളം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ സന്തോഷത്തിന്റെ ദിനമാണ്. എല്ലാ വാർഡുകളിലും ജലജീവൻ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പ്രസിഡന്റ് സൂചിപ്പിച്ച കാര്യമെങ്കിലും കുറച്ച് ഭാഗങ്ങൾ ഇനിയും പൈപ്പിൽ നീട്ടാനുണ്ട്. കാരണം അത് പ്രസിഡന്റിലൂടെ നമുക്ക് ഉറപ്പ് തന്നു. GI പൈപ്പിന്റെ ഒരു പ്രശ്നമാണ്. ആ GI പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ
മുഴുവൻ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടിയുമായി ഈ ഭരണസമിതി മുന്നോട്ട് പോകുമെന്നുള്ളത് ഉറപ്പ് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടിക്ക് എല്ലാ ജാസസമയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിക്ക് ശേഷം വിവിധ ഇനങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് സമ്മാനദാനം ഉണ്ടായിരിക്കുന്നതാണ് പ്രത്യേക അറിയിക്കുകയാണ്. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നത് JDSന്റെ പ്രതിനിധി ഭൂട്ടോ ഉമ്മർ. സ്നേഹമുള്ള അധ്യക്ഷൻ കാരണപുരം, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത മന്ത്രി, ഇവിടെ കൂടിയ ജനപ്രതിനിധികൾ, മറ്റു നാട്ടുകാർ, ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒറ്റ വാക്ക്, നിങ്ങളെ ഏറെക്കുളത്ത് ഏറ്റവും വലിയ ഒരു സന്തോഷ വാക്കാണ്. ഇത് നിങ്ങളുടെ മുഖം കണ്ടാലറിയാം. നമ്മുടെ കേരളത്തില് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള സഹായങ്ങളൊന്നും കേരളത്തിലെ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടായതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഏറെക്കുളം പഞ്ചായത്ത് 1, 2, 3 പഞ്ചായത്തിലാണ് നമുക്ക് പറഞ്ഞത്. അതിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയ പഞ്ചായത്താണ് ഏറെക്കുളം പഞ്ചായത്ത് എന്ന് പറയുന്നത്. കുടിവെള്ളം എല്ലാ വീട്ടിലും എത്തുക എന്നുള്ളത് വലിയൊരു പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെ. എന്റെ ഒരു കുട്ടിക്കാല ഒരു ഓർമ്മ, അവിടെ വയസ്സായ ആൾക്കാരെ ഇല്ലാന്നൊന്നും വ്യക്തമുള്ളൂ. കുടിവെള്ളം ഏതെങ്കിലും പൈസ ആൾക്കാരെ വീട്ടിലൊരു കിണറുണ്ടോ, ആ കിണറിലേക്ക് കുടം കൊണ്ട് പോവുകയാണ് ആൾക്കാർ. ഓരോ കിലോമീറ്ററുകളും 1/2 കിലോമീറ്ററോളം വെള്ളം ഏറ്റവും വേണ്ടിയിട്ട് പോവുകയാണ് കുടം കൊണ്ട്. അത് കുടം എന്ന് പറഞ്ഞാല് മൺകുടായി. ആ മൺകുടത്തിൽ വെള്ളം ഏറ്റുകൊടുന്നതിനാണ് നമ്മളൊക്കെ ജീവിച്ചത്. എന്റെ പഞ്ചായത്ത് പുലാന്തൂർ പഞ്ചായത്താണ്. പുലാന്തൂർ പഞ്ചായത്ത് വടക്കൻ പാലൂർ കിഴക്കേക്കാട് എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു എന്റെ തറവാട്. എന്റെ തറവാട്ടിലെ കിണറ്റിലായിരുന്നു എന്നാണ് അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ വെള്ളം കൊണ്ടായിരുന്നത്. രാജേഷ് എന്റെ അയൽവാസിയാണ്, CPMന്റെ ഏരിയ സെക്രട്ടറി. ആ ആൾക്കാരെ ബുദ്ധിമുട്ട്, അന്ന് അവിടെ വെള്ളമില്ല, കറണ്ടില്ല, റോഡില്ല. ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ജനശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോട് വളരെ കുട്ടിക്കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണ്. ഈ ഇവിടെ എന്റെ ഇളയമാള വീടെന്ന് നമ്മളെ പുലിക്കല്ലൂർ പഞ്ചായത്ത്, അവിടെ എന്റെ ഇളയമാള വീടിന്റെ അവിടെ ഒരു കിണറ്റിന്ന് തുണി കിണറ്റിലേക്ക് കയറിട്ട് ഇറക്കിയിട്ട് വെള്ളം മുക്കിയെടുത്തിട്ട് പിഴിഞ്ഞെടുത്തിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു പോകുന്ന ജനങ്ങളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിപ്പോ EMSന്റെ നാട്ടില് EMS അധികാരത്തിൽ വന്നു. EMSന്റെ നാട്ടിലെ ഈ അതായത് നമ്മുടെ കേരളത്തിലെ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റുകൾ വന്നതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ മിക്കവാറും പഞ്ചായത്തുകളിലും മിക്കവാറും നാടുകളിലൊക്കെ വെള്ളം, കരണ്ട് ഇങ്ങനെയുള്ളതൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഒരു കൂട്ടായ പ്രവർത്തനം. ഇപ്പൊ ഏറെക്കുളം പഞ്ചായത്ത് തുല്യതയാണ്. ഇരു രാഷ്ട്രീയക്കാരും കൂടിയാണ് പറയുന്നത് തുല്യത. ആ തുല്യതയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമ്മുടെ ഈ ഏറെക്കുളം പഞ്ചായത്തിന്റെ ഈ സംഭവത്തിൽ ഞാൻ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. അടുത്തായി BJPയുടെ പ്രതിനിധി ആഞ്ജനേയൻ മുരളി. ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന സാഹസികമായ അമ്മമാരെ, സഹോദരിമാരെ, എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു എളിയ പ്രതിനിധി എന്ന നിലയിൽ എന്നെ ഇവിടേക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ക്ഷണിച്ച പഞ്ചായത്ത് പ്രസിഡന്റോടും വാട്ടർ അതോറിറ്റിയുടെ ചെയർമാനും വളരെയധികം നന്ദി അറിയിക്കും. ഈ ഇങ്ങനൊരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. നമ്മളെ ചില ചീഫ് മിഷന്റെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ഇതിന്റെ നോട്ടീസ് കണ്ടപ്പോ നമ്മുടെ പാർട്ടിയിലുള്ള ചില പ്രവർത്തകർ പറഞ്ഞു ഇതില് 45% കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. പക്ഷെ ഇതില് നരേന്ദ്രമോദിയുടെ ഒരു ഫോട്ടോ ഇതില് വെച്ചിട്ടില്ല. നമുക്കതിന് പ്രതിഷേധിക്കണം. പരിപാടി നമുക്ക് കൊളാക്കണം.
നിശ്ചയിച്ചേ പറ്റൂ. നമ്മുടെ ചെറു പാർട്ടി പ്രവർത്തനങ്ങളും ഞാൻ അവരോട് പറഞ്ഞതെന്ന് വെച്ചാല് ഈ പരിപാടിയിൽ ഇവര് ഒരു പ്രധാനപ്പെട്ട ഒരു വാക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഹർ ഘർ ജൽ. ഈ ഹർ ഘർ ജൽ എന്ന് പറഞ്ഞ വാക്ക് ഒരു കാരണവശാലും മലയാളികൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു വാക്കൊന്നുമല്ല. അതിന് എല്ലാ നമ്മൾ പറയണമെങ്കിൽ എല്ലാ വീട്ടിലും ജലം അങ്ങനെ പറഞ്ഞാലോ. ഹർ ഘർ ജൽ എന്നുള്ള ഒരു വാക്ക് ഉൾപ്പെടുത്തിയത് തന്നെ നമുക്ക് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഈ കാര്യത്തെ പറ്റിയിട്ട് ഇങ്ങനെ ഫോട്ടോന്റെ കാര്യത്തെ പറ്റി പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞവര് അടുത്ത ഒരു ഫ്ലക്സ് വെച്ചോട് കൂടിയിട്ട് അവര് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഫോട്ടോ അതിൽ ആഡ് ചെയ്തു. അതിന് സംഘാടക സമിതിയോട് വളരെയധികം ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ അടുത്തൊരു 3ാം ലോക മഹായുദ്ധം എന്ന് വരുന്നുണ്ടെങ്കിൽ അത് ഒരു ജലത്തിന് വേണ്ടിയിട്ടായിരിക്കും, അത് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്നാണ് നമ്മളൊക്കെ വലിയ വിദഗ്ധന്മാര് പറയുന്നത്. ആ ഒരു അവസ്ഥ ജലത്തിന് വേണ്ടി നമ്മുടെ ഭാരതത്തിലുള്ള എല്ലാ സ്ഥലത്തും, കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലുള്ള എല്ലാ സ്ഥലത്തും ജലം എന്നുള്ളത് ഒരു അമൂല്യ വസ്തുവായി നല്ല ശുദ്ധജലം അമൂല്യ വസ്തുവായിട്ട് നമുക്കിപ്പോ ഈ പറഞ്ഞ ഈ കേരളം പഞ്ചായത്ത് ഈ ഹർ ഘർ ജൽ എന്നുള്ള പദ്ധതി നടത്തും കാര്യങ്ങളെ നമുക്കിത് വലിയ അഭിമാനിക്കാനുള്ള വലിയൊരു സംഭവമില്ല. കാരണം എന്താ വെച്ചാൽ ഈ പഞ്ചായത്ത് കേരളത്തിൽ തന്നെ ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യം ചെയ്ത പഞ്ചായത്താണ്, ഏറ്റവും പുണ്യം ചെയ്ത പഞ്ചായത്താണ്. കാരണം 3 ഭാഗവും വെള്ളമാണ്. 3 ഭാഗവും നമ്മുടെ ഈ പഞ്ചായത്തിനെ ചുറ്റി തൂതപ്പട എന്ന് പറഞ്ഞൊരു അത്രയും നമുക്ക് വെള്ളം തരുന്ന ഒരു പുഴ ഒഴുകിയിട്ടടക്കം നമുക്ക് ഈ ഒരു പദ്ധതിയെ ഇത്ര വലിയൊരു പദ്ധതിയായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ എത്രത്തോളം കുടിവെള്ളത്തിന് മറ്റുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇനി ഇവിടുന്നുള്ള കാലഘട്ടത്തിൽ ജലത്തിനുള്ള ദൗർബല്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരും മറ്റ് വാട്ടർ അതോറിറ്റികളും എല്ലാ കാര്യങ്ങളും ചെയ്ത് അവര് ഇതിന്റെ പ്രാമുഖ്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ വീടുകളിലേക്കും ഈ ജലം എത്തിച്ച് ചേരാനുള്ള ഈ പദ്ധതി വളരെയധികം ഒരു വിജയമായി തീരട്ടെ. ഏറെക്കുളം പഞ്ചായത്തിന് ഇതിന് മുന്നിട്ട് നിന്നുള്ള 16 മെമ്പർമാരും ഇപ്പൊ 2 പാർട്ടിക്കാരാണ്. ഈ 2 പാർട്ടിക്കാരും ഈ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിലാരും ക്രെഡിറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നിങ്ങളുടെ ചുമതലയാണ്, ഇത് നിങ്ങളുടെ കടമയാണ്. ഈ കടമ നിങ്ങൾ നിർവഹിക്കില്ല. 16 വാർഡ് മെമ്പർമാര് പറഞ്ഞു ഇത് നിങ്ങളുടെ കടമയാണ്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങളെ ജയിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. തുടങ്ങി ഇതിനെ ജയിപ്പിച്ച് നിങ്ങളെ മെമ്പറാക്കിയിരിക്കുന്നത് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ചെറുകരയിൽ പറഞ്ഞു അവിടെ സ്ഥലം അവിടുത്തെ നാട്ടുകാര് സ്ഥലം വാങ്ങി അവര് എന്താ ഇതിന് വേണ്ടിയിട്ട് ടാങ്ക് നിർമ്മിക്കാൻ വേണ്ടിയുള്ള സ്ഥലം അവരാണ് ഏറ്റെടുത്തത്. വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണത്. കാരണം എല്ലാ സർക്കാരുകൾ കൊണ്ടേ സർക്കാർ തന്നാൽ ഞാൻ വാങ്ങിക്കോളാം എന്നുള്ള ചിന്ത ഒരാളും പാടില്ല. സർക്കാരും ഭരണകർത്താക്കളും പ്രതിപക്ഷവും ജനങ്ങളും പൗരന്മാരും എല്ലാവരും ചേർന്നിട്ട് വേണം ഏതൊരു പ്രവർത്തനമായിക്കോട്ടെ, ഏതൊരു കാര്യമായിക്കോട്ടെ, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏതൊരു കാര്യം എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി നിന്നിട്ട് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഈ പരിപാടി ഈ ഏറെക്കുളം പഞ്ചായത്തിലുള്ള ഹർ ഘർ ജൽ എന്നുള്ള പദ്ധതി 100% വിജയമാക്കി തീർന്ന എല്ലാ വ്യക്തികൾക്കും പ്രത്യേകം എടുത്തു പറയുന്നില്ല, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ, ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ, എല്ലാ വ്യക്തികൾക്കും വളരെയധികം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി കേരള വാട്ടർ അതോറിറ്റി CITയുടെ സലൂണിയ. ഈ ഉദ്ഘാടകൻ വകുപ്പ് റോഷി അഗസ്റ്റിൻ, അധ്യക്ഷൻ ശ്രീ നജീബ്, വേദിയിലിരിക്കുന്ന പ്രതിനിധികളെ, നാട്ടുകാരെ, കുഞ്ഞുകുട്ടികളെ, സുഹൃത്തുക്കളെ, ജനജീവൻ
ഏലംകുളം പഞ്ചായത്ത് വാട്ടർ അതോറിറ്റിയുടെ പെരിന്തൽമണ്ണ സബ് ഡിവിഷൻ ഓഫീസ്, മലപ്പുറം പ്രോജക്ട് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരെ ഇവർക്കെല്ലാവരും കൂടി വാട്ടർ അതോറിറ്റി യൂണിയൻ മലപ്പുറം CITU മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ. അടുത്തായി കേരള വാട്ടർ അതോറിറ്റി NDECയുടെ പ്രതിനിധി രാജീവ് സി. ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, ഈ ഒരു പദ്ധതി ഇവിടെ ഉദ്ഘാടനം കഴിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവരാണ്. ചടങ്ങിന് അധ്യക്ഷം വഹിച്ചത് പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധി ശ്രീ രജീവ് കാന്തപുരം, സ്വാഗതം ആശംസിച്ച ഏലക്കുളം ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ പ്രസിഡന്റ് ശ്രീ സുധീർ ബാബു, വൈസ് പ്രസിഡന്റ് അനിതാവള അടക്കമുള്ള ജനപ്രതിനിധികൾ, ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളുകൾ, സംഘടനാ പ്രവർത്തകർ, അതുപോലെ നാട്ടുകാർ. ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാനിവിടെ ഈ സംഘടനയിൽ തൊഴിലാളിയുടെ ഒരു പ്രതിനിധിയായിട്ടാണ് എത്തിയതെങ്കിൽ കൂടി ഈ പദ്ധതിയുടെ ഒരു ഉപഭോക്താവ് കൂടിയാണ് ഞാൻ. എല്ലാ കാലത്തും ഏലക്കുളം ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളം വലിയൊരു ബുദ്ധിമുട്ടായിരുന്ന സമയത്താണ് 24 മണിക്കൂറും ഏലക്കുളത്ത് കുടിവെള്ളം കിട്ടാവുന്ന രീതിയിൽ ഒരു പദ്ധതി വിഭാവനം ചെയ്യുന്നതും അത് സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് എന്റെ സഹപ്രവർത്തകർ, എന്റെ ഉദ്യോഗസ്ഥർ, കേരള വാട്ടർ അതോറിറ്റിയുടെ മുഴുവൻ ജീവനക്കാരും 100% ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഇത്രയും വലിയൊരു പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചത്. ഈ വേളയിൽ എന്റെ സഹപ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ വേള ഉപയോഗിക്കുന്നു. കൂടാതെ ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ഉദ്ഘാടനം കഴിഞ്ഞ് നിങ്ങളൊക്കെ പിരിഞ്ഞു പോയാലും നിങ്ങളുടെ വീടുകളിൽ 24 മണിക്കൂറും ടാപ്പ് തുറന്നാൽ വെള്ളം എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അതിന്റെ ജില്ലാ പ്രസിഡന്റും മെമ്പർമാരായിട്ട് നിരന്തരം ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ എന്നിരുന്നാലും തൊഴിലാളികളുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് 100% ആത്മാർത്ഥതയോടെ നിങ്ങളോട് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യാണ്. നിങ്ങൾക്ക് ഏലക്കുളം ഗ്രാമപഞ്ചായത്ത് 24 മണിക്കൂറും കുടിവെള്ളം എത്തിക്കുന്നതിന് കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ NDECയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നിർവഹിക്കുന്നു. അടുത്തതായി കേരള വാട്ടർ അതോറിറ്റി ഓഫീസേഴ്സ് യൂണിയൻ പ്രതിനിധി അഫ്സൽ ഹുസൈൻ സർ. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ നജീബ് കാന്തപുരം, ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, വേദിയിലും സദസ്സിലിരിക്കുന്ന എൻ്റെ ജനപ്രതിനിധികളെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാനിന്നിവിടെ നിൽക്കുന്നത് അസോസിയേഷൻ ഓഫ് കേരള വാട്ടർ അതോറിറ്റി ഓഫീസേഴ്സിൻ്റെ പ്രതിനിധിയായിട്ടാണ്. അതിലുപരി ഏലക്കുളക്കാരനാണ് ഞാൻ. എൻ്റെ പേര് അഫ്സൽ എന്നാണ്. ഏലക്കുളം റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. വേദിയിലിരിക്കുന്ന പലർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവുക. എന്തായാലും എനിക്ക് ആദ്യമായിട്ടാണ് നാട്ടിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. വാട്ടർ അതോറിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൽ ഒരുപാട് സന്തോഷാഭിമാനം തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ വർക്ക് ചെയ്യുന്നത് മങ്കട സെക്ഷനിലാണ്. പെരിന്തൽമണ്ണ സബ് ഡിവിഷനിൽ കീഴിലുള്ള മങ്കട സെക്ഷനിൽ എഞ്ചിനീയറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴും പെരിന്തൽമണ്ണ സബ് ഡിവിഷനിലെ പെരിന്തൽമണ്ണ സെക്ഷനിൽ AE ആയിട്ടും അതുപോലെ അവിടുത്തെ ASC ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് എപ്പോഴും എന്നോട് മുന്നുണ്ടായിരുന്ന AEയും മുന്നുണ്ടായിരുന്ന ASC ഒക്കെ അവിടെ എപ്പോഴും ASC ഒക്കെ എന്നോട് പറയുന്നത് ഏറ്റവും സുഖമുള്ള ഒരു പഞ്ചായത്ത്, നമ്മുടെ ജലജീവ മിഷനൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന ഒരു പഞ്ചായത്ത് നിങ്ങളെ പഞ്ചായത്താണെന്ന് പറയുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമാണ്. കാരണം ജനപ്രതിനിധികൾ, പതിനാറ് വാർഡ് ജനപ്രതിനിധികളും അല്ലെങ്കിൽ ജലജീവ മിഷൻ എന്ന് പറയുന്നത് ഒരു മിഷൻ മോഡലുള്ള പ്രൊജക്റ്റാണ്. അപ്പൊ നമുക്കത് സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ അത് നടപ്പിലാക്കുന്ന കാര്യമില്ല. കാരണം ഓരോ ജനപ്രതിനിധികളും നമ്മുടെ നാട്ടുകാരുടെയും ഒരു സഹായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രം തന്നെയാണ് നമുക്ക് ഈ കണക്ഷനുകളുടെ ലിസ്റ്റുകൾ ആവശ്യക്കാരുടെ ലിസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കാനൊക്കെ സാധ്യമായിട്ടുള്ളൂ. അപ്പൊ ആ ഒരു കാര്യത്തിലും അതേപോലെ സൂചിപ്പിച്ച പോലെ ഇവിടുത്തെ ടാങ്കുകൾക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ട സമയത്ത് വളരെ പെട്ടെന്ന് നമുക്ക് സ്ഥലം ഏറ്റെടുത്ത് ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാ ജനപ്രതിനിധികൾക്കും, ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ജനപ്രതിനിധികൾക്ക് ഈ വേളയിൽ ഞാൻ വാട്ടർ അതോറിറ്റിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് എല്ലാവരും നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നിലവില് ഈ പദ്ധതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ഉപശ്രീ, അതേപോലെ ശ്രീ അനൂപ് AXC, അതേപോലെ മുന്നേ ഈ പദ്ധതിയുടെ പ്രതിപക്ഷം
കൈകാര്യം ചെയ്യുന്ന ഇവിടെ പ്രൊമോഷനായി പോയ ശ്രീ ഫൈസൽ സാർ, അതേപോലെ പ്രൊമോഷനായി പോയ നമ്മുടെ ബാബു സാർ, ഇവരൊക്കെ ഈ പദ്ധതിയുടെ അവിഭാജ്യ ഘടകമായിരുന്നു. അപ്പോൾ അവരൊക്കെ ഞാൻ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുകയാണ്. അപ്പോൾ ഏലക്കുളം പഞ്ചായത്തിൽ നമുക്ക് പൂർണ്ണമായി നമ്മുടെ എല്ലാ വീടുകളിലും കണക്ഷനുകൾ എത്തിച്ചെങ്കിലും നമുക്ക് 100% 24/7 എന്ന രീതിയിൽ നമുക്ക് കുടിവെള്ളം എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അലിഗഡിലുള്ള പുതിയ കുടിവെള്ള പദ്ധതി കൂടി കമ്മീഷൻ ചെയ്യുന്നതോടുകൂടിയാണ്. അത് ഹോപ്പ്ഫുള്ളി നമുക്ക് നെക്സ്റ്റ് മന്ത് അതിന്റെ കമ്മീഷൻ ഉണ്ടാവുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ കറണ്ട് കണക്ഷൻ ലഭ്യമാകുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് 2 ദിവസം കൂടുമ്പോഴോ 3 ദിവസം കൂടുമ്പോൾ വരുന്ന വെള്ളം നമുക്ക് എല്ലാ ദിവസവും ടാങ്കിലൂടെ വെള്ളം വരുന്ന സ്ഥിതിയിലേക്ക് മാറ്റാൻ കഴിയും. അതിന് ഞങ്ങൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് കൂടി ഓർമ്മിച്ചുകൊണ്ട് ഈ ഏലക്കുളം പഞ്ചായത്തിലെ അർഗജൽ പ്രഖ്യാപന പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും അടുത്തതായി ഏലക്കുളം പഞ്ചായത്തിലെ പ്രഗത്ഭരായ വ്യക്തികൾക്ക് വിദ്യാർത്ഥികൾക്ക് ബാലൻ കേന്ദ്രീകരിച്ചവർക്കുള്ള ഉപഹാരം നമ്മുടെ ഏലക്കുളം പഞ്ചായത്ത് സമർപ്പിക്കുന്നതാണ്. അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പേര് വിളിക്കുന്ന ഓരോരുത്തർ വന്ന് ഏറ്റുവാങ്ങുന്നത് അഭ്യർത്ഥിക്കുകയാണ്. ഇന്റർനാഷണൽ കോച്ചായുള്ള സുബ്രഹ്മണ്യനെ ആദ്യമായി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിച്ചു. സമ്മതങ്ങൾ ഇവിടെ എവിടെയുണ്ടെന്ന് സ്റ്റേജിൽ എത്തിച്ചേർന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായി വൈസ് പ്രസിഡന്റ് ഉപഹാരം സമർപ്പിക്കും. ഒരു ബാൻഡുണ്ടോ നോക്കി. ബെസ്റ്റ് ടീച്ചർക്കുള്ള അവാർഡ് സുരേഷ് മാസ്റ്റർ. അവാർഡ് ടീച്ചറായുള്ള ദിവ്യയെ അവാർഡായിട്ട് വരുന്ന ഗവൺമെന്റ് വേണ്ടി ക്ഷണിച്ചു കൊടുക്കും. യോഗ ചാമ്പ്യൻഷിപ്പ് നാഷണൽ വിന്നറായുള്ള സുലോചനയെ ക്ഷണിച്ചു. രഞ്ജിഷ MP, പ്രസിഡന്റ് മൊമെന്റോ സമ്മാനിക്കുന്നതായിരിക്കും. മൊമെന്റോ ഏറ്റുവാങ്ങുന്നവർ സ്റ്റേജിനടുത്തേക്ക് ഗാന്ധിനാഥ് PM, റാണി K, ഗൗരിനാഥ് PM, അവന്തിക KP, അവന്തിക റാണി K, ശ്രീലയ, യോഗേന്ദ്ര, ആദിത്യ വെൽനസ്. അവാർഡ് ഏറ്റുവാങ്ങുന്നവർ സ്റ്റേജിനടുത്തേക്ക് വരിക. എത്രയും പെട്ടെന്ന് മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടാവും. ആദിദേവി ഉമാസ്, വെള്ളി മെഡലുകൾ നേടിയ ധനഞ്ജയൻ,
ധനഞ്ജയൻ. അടുത്തത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലക്ഷ്മൺ മാസ്റ്റർ. എല്ലാവരും നമ്മുടെ താരങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. സൂര്യ കെ. ഗായത്രി പ്രസാദ്. ആവന്തിക. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഗായത്രി പ്രസാദ് ഉണ്ടാവും. സൂര്യ കെ. ഹാദി. സൂര്യ കെ. നയന പി. ആദി. ആദി ഉണ്ടോ? ആദി. നയന പി. കേരള സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഗോൾഡ് മെഡൽ ക്ലാസ് ദേവപ്രസാദ്. അവാർഡിന് അർഹമായവർ സ്റ്റേജിനടുത്തേക്ക് വരിക. ദേവപ്രസാദ്. അനന്യ അരുൺ. ആദി. ആദി. അനന്യ അരുൺ. അടുത്തത് അഭിരാം. വെള്ളി മെഡൽ നേടിയ അഭിരാം. അഭിരാം. വേഗം വരൂ, വേഗം വരൂ. മുഹമ്മദ് ഷാമിൽ. ഫാത്തിമ സന. അടുത്തത് മുഹമ്മദ് ഷാമിൽ. ആയിട്ടുള്ള പാസ്വേഡ് ഫാത്തിമ സന. അനവ് പി കെ. അനവ്. ഫാത്തിമ സന. അനവ് കെ. പി കെ. വേഗം വരൂ. ആൽവിൻ. 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 ആയുഷ് രാജ്. ഒരു ഗോൾഡും ഒരു സിൽവറും നേടിയ ആയുഷ് രാജ്. ആയുഷ് രാജ്. നെക്സ്റ്റ് മിലൻ കൃഷ്ണ. മിലൻ കൃഷ്ണ. മിലൻ. ഒരു ഗോൾഡും 2 സിൽവറും നേടിയ ഷിഫ. ഷിഫ. ആദിത്യൻ. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. പെട്ടെന്ന് വരാനുള്ള ഒരു ഉത്സാഹമാണ്. അടുത്തത് 10ാം വാർഡ് മെമ്പർ സൗത്ത്. ആദിത്യൻ. ആദിത്യൻ. ഫാത്തിമ ഷിഫ്ന. 2 ഗോൾഡും 4 സിൽവറും നേടിയ ഫാത്തിമ ഷിഫ്ന. ഒരു നല്ല കൈ കൊടുക്കാം. ഫാത്തിമ ഷിഫ്ന. പ്രമദ കെ ആർ. പ്രമദ കെ ആർ. നിവേദിത. ഓടി വരൂ, ഓടി വരൂ. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. നമ്മുടെ കുഴിക്കുന്നതിന് ആദ്യം വേണ്ടിയിട്ടാണ്. നിവേദിത. മുഹമ്മദ് ജിയാദ്. ഒരു ഗോൾഡും 1 സിൽവറും. ഗോൾഡ് ആൻഡ് സിൽവർ. മുഹമ്മദ് ജിയാദ്. മുഹമ്മദ് ഷെബീൻ. 2 ഗോൾഡ് 1 സിൽവർ. മുഹമ്മദ് ഷെബീൻ. ഒരു നല്ല കൈ കൊടുക്കും. മുഹമ്മദ് ഷെബീൻ. നാഷണൽ ലെവൽ അബാക്കസ് എക്സാം വിന്നർ 2025 അഭിനവ് കൃഷ്ണ ഫസ്റ്റ് റാങ്ക്. അഭിനവ് കൃഷ്ണ ഫസ്റ്റ് റാങ്ക്. അബാക്കസ് എക്സാം വിന്നർ ഈ കൈയടി. വേഗം വരൂ. ആത്മ രമേശ് ഫസ്റ്റ് റാങ്ക്. ആത്മ രമേശ്. നെക്സ്റ്റ് ഫസ്റ്റ് റാങ്ക് ആത്മ രമേശ്. ഫസ്റ്റ് റാങ്ക്. അനുജിത കെ പി. അനുജിത കെ പി. അനുജിത. ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. വൈഗ എം. ശ്രീലക്ഷ്മി.
ശൈലജാവി ഒരു വലിയ കൈ കൊടുക്കും. ശൈലജാവി സംസ്ഥാന ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ സ്വർണ്ണ വെള്ളി മെഡലുകൾ നേടിയ ലക്ഷ്മണൻ 3 ഗോൾഡ്. ലക്ഷ്മണൻ ലക്ഷ്മണൻ 3 ഗോൾഡ്. ഷാദി ഷാദി സിൽവർ. ആയുഷ് കെ ആയുഷ് കെ 14 നമ്പർ സ്ഥാനം. അബാക്കസ് എക്സാം വിന്നറായിട്ടുള്ള ഫസ്റ്റ് റാങ്ക് നേടിയുള്ള ആര്യനന്ദ അനു. ആര്യനന്ദ അനു ഫസ്റ്റ് റാങ്ക്. അബാക്കസ്. വൈഗ വൈഗ ഫോർത്ത് റാങ്ക്. വൈഗ ഉണ്ടോ? കൈവന്നിരിക്കുന്നു. വൈഗ വേണം. അവരല്ലേ അബാക്കസ് എക്സാം വിന്നർ ഫസ്റ്റ് റാങ്ക് നഹാന ഫാത്തിമ. ഫസ്റ്റ് റാങ്ക് നഹാന ഫാത്തിമ കെ. ഫസ്റ്റ് റാങ്ക്. ഓൺ തനയ് കൃഷ്ണ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത ഫസ്റ്റ് റാങ്ക്. തനയ് കൃഷ്ണ പി കെ ഫസ്റ്റ് റാങ്ക്. അതുൽ റാം ഫസ്റ്റ് റാങ്ക്. അതുൽ റാം അതുൽ റാം ഫസ്റ്റ് റാങ്ക്. അതുൽ റാം. അതുൽ റാം. നിയ ഫാത്തിമ പി ഫിഫ്ത്ത് റാങ്ക്. നിയ ഫാത്തിമ. നിയ ഫാത്തിമ ഉണ്ടോ? ശ്രീഷ ഷാജി ഫസ്റ്റ് റാങ്ക്. ശ്രീഷ ഷാജി എൻ ഫസ്റ്റ് റാങ്ക്. നവനീത് കൃഷ്ണ തേർഡ് റാങ്ക്. നവനീത് കൃഷ്ണ തേർഡ് റാങ്ക്. നവനീത് മുഹമ്മദ് ആഷിർ ഫിഫ്ത്ത് റാങ്ക്. മുഹമ്മദ് ആഷിർ എം ഫിഫ്ത്ത് റാങ്ക്. ഉണ്ടോ? ഒന്ന് കൈവന്നിട്ടുണ്ടെങ്കിൽ ഋത്വിക് ആർദ ഫിഫ്ത്ത് റാങ്ക്. ഋത്വിക്. ഋതിക് ഉണ്ടോ? ഋതിക് വിഭുദേവ് കെ ഫസ്റ്റ് റാങ്ക്. വിഭുദേവ്. മുഹമ്മദ് ആഷിർ എം. വിഭുദേവ്. വിഭുദേവ് കെ ഫസ്റ്റ് റാങ്ക്. അനവ്നാഥ് ഫിഫ്ത്ത് റാങ്ക്. നസീറ നസ്രി അനൗദാൻ. സെക്കൻഡ് റാങ്ക്. നസീറ നസ്രി. നസീറ നസ്രി സെക്കൻഡ് റാങ്ക്. നാഷണൽ ലെവൽ അബാക്കസ്. അവനിത കെ പി സെക്കൻഡ് റാങ്ക്. അവനിത കെ പി സെക്കൻഡ് റാങ്ക്. നള ഫാത്തിമ ഫസ്റ്റ് റാങ്ക്. രണ്ടാം വാർഡ് മെമ്പർ നല ഫാത്തിമ. അവാർഡ് നൽകുന്നതിനായി ക്ഷണിക്കുന്നു. ആയിഷ ഷിബില. ആയിഷ ഷിബില കെ തേർഡ് റാങ്ക്. ആയിഷ ശിബില കെ തേർഡ് റാങ്ക്. നാഷണൽ ലെവൽ അബാക്കസ്. അജയ് കൃഷ്ണ കെ തേർഡ് റാങ്ക്. അജയ് കൃഷ്ണ കെ തേർഡ് റാങ്ക്. അതുൽ കൃഷ്ണ കെ ഫസ്റ്റ് റാങ്ക്. അതുൽ കൃഷ്ണ. ആദർശ് കെ. അതുൽ കൃഷ്ണ കെ ഫസ്റ്റ് റാങ്ക്. ആദർശ്. ആദർശ് കെ ഫസ്റ്റ് റാങ്ക്. നാഷണൽ ലെവൽ അബാക്കസ്. അനുജിത കെ പി ഫസ്റ്റ് റാങ്ക്. ശ്രീയ എൻ ഫസ്റ്റ് അനുജിത റാങ്ക്. കെ പി ഫസ്റ്റ് റാങ്ക്. ശ്രീയ. അനുജിത ഉണ്ടോ? ശ്രീയ. ശ്രീയ എൻ ഫസ്റ്റ് റാങ്ക്. നയന കെ പി ഫസ്റ്റ് റാങ്ക്. നയന. നയന കെ പി ഫസ്റ്റ് റാങ്ക്. നാഷണൽ ലെവൽ അബാക്കസ് സെക്ഷൻ 25. ശരൺ കൃഷ്ണ കെ ഫസ്റ്റ് റാങ്ക്. ശരൺ കൃഷ്ണ. അവിനാഷ് എ ശരൺ ഫസ്റ്റ് കൃഷ്ണ റാങ്ക്. ഫസ്റ്റ് റാങ്ക്. അവിനാഷ്. അത് അവിനാഷ്. ശ്രീയ എസ് ഫസ്റ്റ് റാങ്ക്. ശ്രീയ. അവിനാഷ് ഫസ്റ്റ് റാങ്ക്. വൈഹ
Shreyas, yes, first rank. Shreyas, yes, first rank. Next. Muhammad Sani, first rank. Faida Fatima, first rank. Ayush M. Faida Fatima. Muhammad Shani, first rank. Muhammad Shani. Ayush M, first rank. Ayush M. Ayush. Adidev, first rank. Adidev. Adidev, first rank. National level rankers. ഈ ആറാം വാർഡ് മെമ്പർ രമ്യ മാനന്തോടി അവാർഡ് നൽകുന്നതിനായി ക്ഷണിക്കുന്നു. മിഥുൻ പി, ഫോർത്ത് റാങ്ക്. Midun P, fourth rank. പ്രയാഗ്, തേർഡ് റാങ്ക്. Prayag, third rank. National level rankers. അവന്തിക കെ, തേർഡ് റാങ്ക്. നയന കെ പി. Avantika K. Avantika K. Nayana KB, first rank. Nayana KB. Hamzan Adil, first rank. Amsa Najil. Amsa Najil. Anirudh A, first rank. Anirudh A. Abhiravi Bimal, third rank. Shivani K, first rank. Shivani K. Shivani K. Ashwini MP, second rank. Adarsh, third rank. Ashwini. Sadhika Sunil MP, fourth Others. rank. Next others. Third rank. Sadhika Sunil, MP, fourth rank. Fatima Isana, first rank. Fatima Hisham, C. Ayush K, first rank. കൈയടി കേൾക്കുന്നില്ല, കൈയടി പ്രോത്സാഹിപ്പിക്കും. നിങ്ങളുടെ കൈയടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവാർഡ് വാങ്ങുന്നത്. പ്ലീസ്. ആയുഷ് കെ. Abhinav A, ആയുഷ് കെ. first rank. Abhinav. അഭിനവ് എ, ഫസ്റ്റ് റാങ്ക്. അഭിനവ്, come on. Shivahari PS, first rank. Shivahari PS, first rank, national level abacus exam. Shivahari, come on. Let's go. Navneet Vinod, first rank. Navneet Vinod, first rank. Navneet. Amit Krishna E, fourth rank. Amit Krishna. കൈയടി പറയട്ടെ. അമിത് കൃഷ്ണ ഇ, ഫോർത്ത് റാങ്ക്. Karthik Damodaran MK, first rank. കാർത്തിക് ദാമോദരൻ, ഫസ്റ്റ് റാങ്ക്. നല്ല കൈയടി കൊടുക്കൂ. Amit Krishna KP, first rank. അമിത് കൃഷ്ണ കെ പി, ഫസ്റ്റ് റാങ്ക്, നാഷണൽ ലെവൽ abacus exam 2020. Ayush A, third rank. ആയുഷ് എ. ആയുഷ്, come on. Ritvik R Das, fifth rank. Pratik R. Das, fifth rank, national level abacus exam 2020. മുന്നേക്ക് മുന്നോട്ട് വരിക. അപ്പോൾ നമ്മുടെ അവാർഡ് ദാനം
ശ്രീലയ. ദേശീയ യോഗ ചാമ്പ്യൻഷിപ്പുകളിൽ അവാർഡ് കരസ്ഥമാക്കിയ കുട്ടികളത് ടീച്ചർ ഏറ്റുവാങ്ങി. ഇനി കേരള സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ദേവപ്രസാദിന് അനുമോദനം നൽകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിക്കുന്നു. ദേവപ്രസാദ്. നാഷണൽ ലെവൽ അബാക്കസും അതുപോലെ ദേശീയ യോഗ ചാമ്പ്യൻഷിപ്പ് ഇതൊക്കെ അതാത് അധ്യാപകർ ഏറ്റുവാങ്ങേണ്ടതാണ്. ആ കുട്ടികൾക്ക് അത് കൊടുക്കുന്നതിന് വേണ്ടി അവരെ ഏൽപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അർദ്ധജൽ പ്രഖ്യാപനത്തിന്റെ അതിന്റെ സമർപ്പണവും നവീകരിച്ച നാരായണ ഉദ്ഘാടനവും നടന്നിരിക്കുകയാണ്. അതിനുശേഷമുള്ള ഈ പൊതുപരിപാടിയുടെ അവസാനത്തെ ഇനമാണ് നന്ദി പ്രകാശനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മലപ്പുറം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയകൃഷ്ണൻ സാറിനെ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, നമ്മുടെ പ്രിയപ്പെട്ട പെരിന്തൽമണ്ണ MLA ശ്രീ നജീബ് കാന്തപുരം ഈ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച നന്ദി പ്രകടനമാണ്. ഒന്ന് നിശബ്ദരായി എല്ലാവരും സീറ്റിലിരിക്കണം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും അവരവരുടെ സീറ്റിലിരിക്കും. സാറ് സംസാരിക്കുകയാണ്. ഈ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ആരാധ്യനായ നമ്മുടെ ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ സാർ, പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ സുധീർ ബാബു സാർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ നാട്ടുകാരെ, ജലജീവൻ മിഷൻ നമ്മുടെ അഭിമാന പദ്ധതിയാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും സഹായത്തോടെ നടപ്പിലാക്കുന്ന ഒരു വലിയൊരു പദ്ധതിയാണ് ജലജീവൻ മിഷൻ. 2020 ഈ പദ്ധതി ആരംഭിക്കുന്നത്. ഇതിന്റെ സമയദൈർഘ്യം 2028 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി 3 വർഷത്തിനുള്ളിൽ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ നടന്നു വരുന്നു. ഇന്ന് മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ടാണ് 2 പഞ്ചായത്തുകളിൽ 100% വീടുകളിൽ കുടിവെള്ളം എത്തിച്ച് ഉദ്ഘാടനം നിർവഹിച്ചത്. കാലത്ത് മുതുവല്ലൂർ പഞ്ചായത്തിലും ഇപ്പോൾ നമ്മുടെ ഏലംകുളം പഞ്ചായത്തിലും. നമ്മുടെ ഈ പഞ്ചായത്തിന് വേണ്ടി 16.44 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചാണ് പ്രവർത്തികൾ നിർവഹിക്കാൻ സാധിച്ചത്. നമ്മുടെ ജില്ലയ്ക്ക് വേണ്ടി 5950 കോടി രൂപയാണ് ഈ ജലജീവൻ മിഷൻ പ്രവൃത്തിക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനങ്ങൾ 3 വർഷത്തിനുള്ളിൽ നമ്മൾ പൂർത്തിയാക്കും. മലപ്പുറം ജില്ലയിലെ ബാക്കി 84 പഞ്ചായത്തുകളിലും ഇതിന്റെ പ്രവർത്തികൾ നടന്നു വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ പഞ്ചായത്തുകളിലും പൂർണ്ണമായി കുടിവെള്ളം എത്തിക്കുവാനുള്ള പദ്ധതികൾ നടന്നു വരുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട നജീബ് കാന്തപുരം, ബഹുമാനപ്പെട്ട MLA പെരിന്തൽമണ്ണ സാറിന് എല്ലാവരുടെയും പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ആരാധ്യനായ മിനിസ്റ്റർ ശ്രീ റോഷി അഗസ്റ്റിൻ സാറിനെ എല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. മുഖ്യാതിഥിയായി വരാമെന്ന് എത്തിയിരുന്ന നമ്മുടെ MP ശ്രീ മുഹമ്മദ് ബഷീർ സാറിനോട് വരാൻ സാധിച്ചിട്ടില്ല. സാറിന്റെ അസാന്നിധ്യത്തിൽ സാറിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുധീർ ബാബു സാറിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. കൂടാതെ റിപ്പോർട്ട് അവതരിപ്പിച്ച നമ്മുടെ സൂപ്രണ്ട് എഞ്ചിനീയർ സത്യവസൻ സാർ, ചീഫ് എഞ്ചിനീയർ സാർ പ്രദീപ് സാർ, അവർക്കെല്ലാം പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ യോഗത്തിന്റെ ആശംസകൾ പറയാമെന്ന് എത്തിയിരുന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി MK റഫീഖ മേഡത്തിന് അത്യാവശ്യമായി ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതിന് വരാൻ കഴിഞ്ഞിട്ടില്ല. മേഡത്തിനും നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കളക്ടർ ശ്രീ വിനോദ് സാർ, VR വിനോദ് സാർ, IAS സാർ പ്രത്യേകം
സാറിന്റെ ആശംസകൾ പറയുവാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. സാറിന് നമ്മളെല്ലാവരുടെയും പേര് നന്ദി പറഞ്ഞുകൊള്ളുന്നു. കൂടാതെ അഡ്വക്കേറ്റ് എം കെ മുസ്തഫ, പ്രസിഡന്റ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത്, ശ്രീ ടി കെ അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ശ്രീ എൻ വാസുദേവൻ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, നാലകത്തെ ഷൗക്കത്ത് സാർ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ശ്രീമതി അനിത പൊള്ളർ, വൈസ് പ്രസിഡന്റ് ഏലംകുളം പഞ്ചായത്ത്, ശ്രീ എൻ പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അവർക്കെല്ലാം പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ശ്രീമതി ഫസീല മാജിദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ശ്രീ സുനിൽകുമാർ ടി.പി, സെക്രട്ടറി ഏലംകുളം പഞ്ചായത്ത്, അവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. കൂടാതെ പാർട്ടി പ്രതിനിധികളായ ശ്രീ ഗോവിന്ദ പ്രസാദ് CPIM, ശ്രീ ഹുസൈൻ മോഡാല INC, ശ്രീ എം വി വർഗീസ് കേരള കോൺഗ്രസ് എം, ശ്രീ ഷൈഷ IUML, ശ്രീ AP വാസുദേവൻ CPI, ശ്രീ ബൂട്ടോ കുമാർ ജലദ S, ശ്രീ സുധാകരൻ AP BJP, ശ്രീ സ്വരൂപ് M വാട്ടർ അതോറിറ്റി CIDU പ്രതിനിധി, ശ്രീ ഗാംഗേഡ് C വാട്ടർ അതോറിറ്റി INDUC പ്രതിനിധി, ശ്രീ അഫ്സൽ ഹുസൈൻ അക്കോ പ്രതിനിധി, അവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. കൂടാതെ ഈ ചേച്ചിയും പ്രവർത്തികൾ വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കിയ നമ്മുടെ കോൺട്രാക്ടർമാരായ ശ്രീ കുഞ്ഞു മുഹമ്മദ്, ശ്രീ അഷ്റഫ്, അവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. കൂടാതെ ഈ യോഗത്തിൽ പങ്കെടുത്ത നല്ലവരായ നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.